ബൈബിൾ വിവർത്തനം ചെയ്യുവാൻ രാവും പകലും പ്രയത്നിച്ചു. നമുക്ക് ദൈവവചനം സ്വന്തം ഭാഷയിൽ വായിക്കാനാകേണ്ടതിന് നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് എന്താണ് ലഭിച്ചതെന്ന്? പ്രശംസയോ സൗകര്യമോ? ഇല്ല. അവർ ഏറ്റുവാങ്ങിയത് പ്രയാസങ്ങളും നിരാകരണങ്ങളും ചിലപ്പോൾ പീഡനവും തന്നെ. ഇത്രയധികം ത്യാഗങ്ങളുടെ ഫലം നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കൈകളിൽ ബൈബിളുണ്ട്, നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ സഭകളിൽ ആരാധനയുണ്ട്. എന്നാൽ ഇന്നും ഇന്ത്യയുടെ പല ഗ്രാമങ്ങളിലും നഗരത്തിന്റെ ഇടവഴികളിലും സുവിശേഷത്തിന്റെ വെളിച്ചം കാണാത്ത ഹൃദയങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാമോ? അപ്പോൾ ചോദ്യം ഇതാണ്, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൗകര്യത്തിൽ സന്തോഷിച്ച് ഇരിക്കണോ, അല്ലെങ്കിൽ ഈ ദീപം കൈമാറണമോ? നമുക്ക് സമുദ്രങ്ങൾ കടക്കേണ്ടതില്ല, പക്ഷെ നമ്മുടെ അയൽവാസിയുടെ ഹൃദയം തുറക്കാം. നമുക്ക് ജീവൻ നൽകുമെന്ന് വരാം, പക്ഷെ സമയം നൽകാം. നമുക്ക് ഗാനങ്ങൾ രചിക്കാനാവില്ല, പക്ഷെ പ്രത്യാശയുടെ വാക്കുകൾ പറയാം. നമുക്ക് വലിയ വേദികളില്ലായിരിക്കാം, പക്ഷെ ചെറിയ ചെറിയ സ്നേഹപ്രവൃത്തികൾ ചെയ്യാം. നമ്മൾക്ക് ഭാഷകൾ അറിയാതിരിക്കാം, പക്ഷെ സ്നേഹത്തിന്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. ക്രിസ്തുവും ക്രിസ്താനുഭാവികളും സഹിച്ച ത്യാഗം വെറുതെ ആകരുത്. നമ്മുടെ വിശ്വാസം മൗനമായിരിക്കരുത്. നമ്മുടെ ജീവിതം സുവിശേഷത്തിന് സാക്ഷ്യമായി തീരട്ടെ. ഇന്ന് ഈ നിമിഷത്തിൽ നാം ഓരോരുത്തരും ഹൃദയത്തിൽ ചോദിക്കട്ടെ, കർത്താവേ, നിന്റെ സുവിശേഷത്തിനായി ഞാൻ എന്ത് ചെയ്യും? ഇന്ന് ഈ വേദിയിലെ വിളക്കുകൾ അണയാം, സംഗീതം നിശബ്ദമാകാം, പക്ഷേ സുവിശേഷത്തിന്റെ കഥ ഇപ്പോഴും എഴുതപ്പെടുകയാണ്. അത് ഇനി നമ്മുടെ ജീവിതത്തിലൂടെയാണ് എഴുതപ്പെടേണ്ടത്. ഇന്ന് ഇവിടെ നിന്ന് നാം വെറും പ്രേക്ഷകരായല്ല, സുവിശേഷത്തിന്റെ ദീപം കൈമാറുന്നവരായി എഴുന്നേൽക്കട്ടെ. നാഗൻ ആരംഭിച്ച ആ സംഗീതയാത്ര നമ്മിലൂടെ തുടരുമാറാകട്ടെ. രക്ഷയുടെ ഗാനം ഒരിക്കലും നിശബ്ദമാകാതിരിക്കട്ടെ. കർത്താവിൽ എന്റെ പ്രിയരെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ച നമ്മുടെ പ്രാണപ്രിയനായ യേശു രക്ഷകൻ, അവനെ ധ്യാനിച്ചുകൊണ്ട് വി നാഗൻ രചിച്ച അതിമനോഹരമായ ഗാനം രാജൻ മുൻപിൽ നിന്ന് നാം കണ്ടിടും തൻ സൗന്ദര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതന്മാർക്ക് തുല്യരായി വാഴും നാം സന്തുഷ്ടരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമാപന ഗാനത്തിൽ പങ്കുചേർന്ന് സുവിശേഷവാഹകരായി ജീവിക്കുമെന്ന സമർപ്പണത്തോടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് കൊണ്ടുപോകാം. ത്രിയേക ദൈവം നമ്മെ പ്രാപ്തരാകട്ടെ.